അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ എടുത്തിരിക്കുന്ന സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ഒരു 9:15 എണീറ്റപ്പം എണീറ്റ് ഫ്രഷായി കണ്ണാടി നോക്കുന്ന സ്വയം പുളകം കൊണ്ടതിന് ശേഷം ഇച്ചിരി കാറ്റും വെളിച്ചം കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ റൂമിലെ ജനലൊക്കെ തുറന്നിടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുറ്റത്തേക്ക് പോയപ്പം ഇന്ന് ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഇച്ചിരി സൂര്യപ്രകാശം കണ്ടതിൻ്റെ ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പം ഇവിടെ ഒരാൾ നല്ല ഉറക്കമാണ്. രാവിലെ തണുപ്പൊക്കെ അടിച്ച് കിടന്നുറക്കമാണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മൂന്നാറിന്ന് ട്രിപ്പ് പോയിട്ട് വന്നപ്പം അവിടുന്ന് കൊണ്ടുവന്നൊരു ചെടിയാണ്. പിടിക്കുമെന്നറിയില്ല, അതുകൊണ്ടാണ് ഒരു കപ്പിനകത്ത് ഇങ്ങനെ നട്ടു വെച്ചേക്കുന്നത്. ഇന്ന് ഇച്ചിരി വെയിൽ കണ്ടുകൊണ്ട് നമ്മുടെ മോയിലുംകുട്ടിനെ തുറന്നു വിട്ടിട്ടുണ്ട്. അവനിങ്ങനെ വല്ലപ്പോഴും വെയിലൊക്കെ ഉള്ളപ്പോൾ മാത്രമേ തുറന്നു വിടുള്ളൂ. പിന്നെ അവൻ്റെ കുസൃതി ഇച്ചിരി കൂടി കൊണ്ട് തിരിച്ചവനെ പിടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വേണ്ടാതെ കളഞ്ഞൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മേക്ക് ഓവർ കൊടുത്തിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് കണ്ടിട്ട് അതിനെ റൂമിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റൂമിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബ്ലാക്ക് കളർ വെക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പിങ്ക് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് മെറ്റലിൽ എത്രത്തോളം പിങ്ക് അടിച്ചത് വർക്കാവുമെന്നറിയില്ല, എങ്കിലും ഞാൻ ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് പോലെ ഒന്ന് പിങ്ക് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിങ്കിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ഒന്ന് അടിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് അടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മൾ ഫസ്റ്റ് അടിച്ച ഒരു ഡാർക്ക് പിങ്ക് തന്നെ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ ഞാൻ 2 കോട്ട് പിങ്ക് കളർ കൊടുത്തു. എങ്കിലും ആ ബ്ലാക്ക് കളർ പുറത്തേക്ക് കാണാമായിരുന്നു. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അത് എത്ര കോട്ട് കൊടുത്താലും പുറത്തേക്ക് വിസിബിൾ ആയിട്ട് നിൽക്കും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് വെയിലായതുകൊണ്ട് പുറത്തേക്ക് ട്രൈ ചെയ്യാൻ വെച്ചു. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോഴത്തേനും നമ്മുടെ ചെടിച്ചട്ടി നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ പ്ലാന്റ് കൂടെ നട്ടിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ആ ചെടീനെ നമ്മുടെ ടേബിളിൽ കൊണ്ട് വെച്ചു. ഇതിന് ഇച്ചിരി സൂര്യപ്രകാശം വേണം, അതുകൊണ്ട് ഞാൻ ജനലിന്റെ സൈഡിലാട്ടോ വെച്ചേ. അങ്ങനെ വെച്ചപ്പോഴാണ് എന്താ നമ്മുടെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ചുമ്മാ പ്ലെയിൻ ആയിട്ടിരിക്കുന്നു. അത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഞാൻ പെയിന്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ മടി കാരണം കുറച്ച് സ്റ്റിക്കേഴ്സ് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ചനക്കും മിനക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സ്റ്റിക്കേഴ്സ് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അതൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സമാധാനം. ഇപ്പൊ സുന്ദരനായിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവരുടെ അടുത്തേക്കാണ്. ഇവിടെ ഞാൻ ഭിത്തിയിലായിട്ട് 2 ചെടി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ തീരാറായതുകൊണ്ട് അതൊന്ന് മാറി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് റൂമൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വരവിനെ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് മടിയാവും. അതുകൊണ്ട് ഇന്ന് തന്നെ അതിനൊരു ചെറിയ മൈൻഡ് ഉള്ളതുകൊണ്ട് അങ്ങ് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വേണ്ടതും വേണ്ടാത്തായിട്ടുള്ള കുറേ ആക്രിമാക്രി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊരു ബോക്സിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിച്ചു വാരിച്ചും കഴുക്കലൊക്കെ ആയിട്ട് നമ്മുടെ ക്ലീനിങ് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ റൂം ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഈ സാറ്റിസ്ഫാക്ഷൻ ആയപ്പോഴത്തേനും ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. അപ്പോൾ ആ മഴയത്ത് നമ്മൾ ഇച്ചിരി നേരം സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ കുളിക്കാനായിട്ട് തലയിൽ എണ്ണയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്താണ്. ഞാൻ ഓൾറെഡി നമ്മുടെ വീക്കെൻഡിലെ ഈവനിങ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ സെപ്പറേറ്റ് അതിവിടെ കാണിക്കാതെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ടോപ്പിലുള്ള ഐ ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനും എൻ്റെ റൂമും ഒന്ന് ക്ലീൻ ആയതിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് ആ മുഖത്ത് കാണുന്നത്. ഈ കൊല്ലത്തേക്കുള്ള പണി ഒന്നിച്ച് തീർത്ത ഒരു സമാധാനം കേട്ടോ ഇത് കഴിയുമ്പം കിട്ടുന്നത്. പിന്നെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അമ്മ ഒരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഡിസൈൻ കൊടുക്കാൻ പറഞ്ഞപ്പം എനിക്കന്നെ പിൻട്രസ്റ്റ് ഒക്കെ തപ്പി പിടിച്ച് ഡിസൈൻ കണ്ടുപിടിക്കാൻ മടിയായതുകൊണ്ട് എൻ്റെ മൈൻഡിൽ വന്നൊരു എളുപ്പ ഡിസൈൻ ഞാനൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നാളെ ചെയ്യാനുള്ള വീഡിയോസൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കലാണ്. ഈ ലിസ്റ്റ് ചെയ്ത് വെക്കൽ കണ്ടാൽ തോന്നും ഞാനിത് നാളെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. വെറുതെയാണ്. ഈ ബുക്ക് ചിലപ്പോൾ തുറന്ന് നോക്കാൻ പോലും പോയില്ല. എനിക്ക് ഫോൺ നോക്കുമ്പോൾ അപ്പോൾ കാണുന്ന ഏത് വീഡിയോ ആണ് ഇഷ്ടം ചിലപ്പോൾ അതായിരിക്കും ഞാൻ ചെയ്യാറ് കേട്ടോ.
എന്തായാലും എഴുതി വെക്കലിനൊന്നും ഒരു കുറവും വരുത്താറില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് രാത്രിക്കത്തെ ഫുഡും കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ സ്കിൻ കെയർ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു കുട്ടി സൺഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട കേട്ടോ. ബൈ ബൈ.